ഹലോ ഡിയേഴ്സ്, യൂണിറ്റ് 1-ലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള റെയിൻ ബസേരേമേ അമൃതലാൽ വേഗഡ് എഴുതിയിട്ടുള്ള യാത്രാവൃത്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അമൃതലാൽ വേഗഡ് കാ ജന്മ മധ്യപ്രദേശ് മേ ഹുവ. നമ്മുടെ അമൃതലാൽ വേഗഡ് ജനിച്ചത് മധ്യപ്രദേശിലാണ്. धीरे धीरे नर्मदा अमृतलाल वेगड़ की नर्मदा पदयात्राओं का वृत्तांत है. प्रथम पदयात्रा उन्होंने अपने 50 साल की आयु में 1977 में और अंतिम 2009 में. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റത്തെ പദയാത്ര 50-ാമത്തെ വയസ്സിൽ 1977-ലും അവസാനത്തേത് 2009-ലുമാണ്. इन 33 वर्षों के दौरान की गई करीब 4000 किलोमीटर की പദയാത്രവും का वृत्तांत है धीरे धीरे नर्मदा. ഈ 33 വർഷത്തിൻ്റെ ഇടയിൽ അദ്ദേഹം 4000 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. इस सिलसिले में अपने सहायक छोटू के साथ 11 अक्टूबर 1997 की गई पदयात्रा के अनुभव यहाँ दिए गए. ഈ ഒരു പദയാത്രയിൽ അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടുണ്ടായിരുന്നത് ചോട്ടു ആണ്. ആ നടത്തിയ യാത്ര 1997 ഒക്ടോബർ 11-നാണ്. रात को थोड़ी देर के लिए मैं बाहर निकल आया और आकाश तले बैठ गया. तारे ऐसे लग रहे थे मानो किसी ने आकाश में सफ़ेद तिल बिखेर दिए हैं. चांद नहीं था इसलिए താരെ ഗുൽക്കർ സാമനെ ആകേതേ. രാത്രി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ലേഖകൻ അമൃതലാൽ വേഗഡ് അദ്ദേഹത്തിന് പുറത്തിറങ്ങി കുറച്ച് നേരം ആകാശമൊക്കെ കണ്ടിരിക്കാൻ തോന്നി. ആകാശത്താണെങ്കിൽ അന്ന് എന്താണ്, ചന്ദ്രനില്ല, നിറയെ നക്ഷത്രങ്ങൾ മാത്രമാണുള്ളത്. ആ നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വെളുത്ത എള്ള് വെതറിയിട്ടതുപോലെ തോന്നാണ്. സൂരജ് ചൽത്താ ഹേ അകേല, താരെ ചൽത്തേ ഹേ ജമാത്ത് മേ. अमावस की रात को तारों का भंडारा भरता है. दिन का आकाश है हाउस ऑफ लॉर्ड, रात का आकाश है ഹൗസ് ഓഫ് കോമൺസ്. സൂര്യൻ സഞ്ചരിക്കുന്നത് ഒറ്റക്കാണ്, നക്ഷത്രങ്ങളാണെങ്കിലോ കൂട്ടമായിട്ടാണ്. ജമാത്തമേ എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട്. ഇതിൽ പറയുന്ന വേർഡ് മീനിങ് ഒക്കെ എഴുതിയെടുക്കുക കേട്ടോ. പിന്നെ ചന്ദ്രനില്ലാത്ത രാത്രിയായിരുന്നു, അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ഇത്ര വ്യക്തമായിട്ടും കൂട്ടമായിട്ടും കാണുന്നത്. അപ്പോൾ നമ്മുടെ ലേഖകൻ പറയാണ്, പകലിൻ്റെ ആകാശം ഹൗസ് ഓഫ് ലോർഡ്, അത് ദൈവത്തിൻ്റെ ഇതാണ്. രാത്രിയുടെ ആകാശം സാധാരണക്കാരുടേതും. രാത് കാ ആകാശ് ഹൗസ് ഓഫ് കോമൺസ്. സുബഹ് ആകെ ബഡേ പഗഡണ്ടി ഏകായക് ഗത്രാനഗ് ഹോ ഗയി ജരാ ചുക്കെ ഔർ സീതേ പാനി മേ. നേരം വെളുത്തു, നമ്മുടെ ഈ ഒറ്റയടിപ്പാത ഒരു ഭയങ്കരമായ അപകടകരമായ ഒരു അവസ്ഥയിലാണ്. കാരണം ഒരടി തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർ താഴെ വെള്ളമാണ്, ആ വെള്ളത്തിലേക്ക് വീഴും. പത്തലി ഹോത്തെ ഹോത്തെ വഹ്ലുപ്ത് ഹോഗയി. നടക്കും തോറും ഈ വഴി ചെറുതായി വന്നു. ഘടി ചടായി ചടുക്കർ മുഷ്കിൽ സെ ഊപ്പർ ഗയ. ഒരു വലിയ കയറ്റം കയറിയിട്ട് ഇവർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് മുകളിൽ എത്തി. लेकिन ऊपर न गढ़वाड़ दी न पगडंडी और बादल दे कि हमें लगातार धमका रहे थे. वे सिमट कर घने काले मेघों में परिवर्तित हो रहे थे. മുകളിലെത്തിയേക്കുമ്പോൾ പിന്നെന്താണ്, ഇവർക്ക് ഇങ്ങനെ പേടിയാവാൻ തുടങ്ങി. കാരണം മേഘങ്ങളൊക്കെ ഉരുണ്ട് കൂടിയിട്ട് കറുത്ത നിറമായിട്ട് മാറിയിട്ടുണ്ട്. കബി ബി ബര സക്തേത, ചിലപ്പോഴെന്താണ് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. कहीं एक आदमी तक नज़र नहीं आ रहा था. किसी तरह पदौड़ा पहुँचे. रोज़ की अपेक्षा आज हम आधा ही चल पाए थे, लेकिन पानी के डर से इसी गाँव में रुकना पड़ा. അവിടെ അതിൻ്റെ മുകളിലെത്തിയപ്പോൾ അവിടെ ഒരു മനുഷ്യനെ പോലും കാണാനില്ല. അങ്ങനെ അവരെങ്ങനെയൊക്കെയോ ആ പതോട എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെത്തി. ഇവർ കുറേ ആയിട്ട് കാൽനടയായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അന്ന് എല്ലാ ദിവസത്തെ അപേക്ഷിച്ച് വളരെ പകുതി മാത്രമേ, ആധ എന്ന് പറഞ്ഞാൽ പകുതിയാണ്, പകുതി മാത്രമേ നടക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം എന്താണ്, അന്ന് നല്ല മഴക്കാറുണ്ട്, മഴ വരാൻ സാധ്യതയുണ്ട്, വഴിയാണെങ്കിൽ ചെറുതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് അന്ന് കുറച്ച് മാത്രമേ ഇവർക്ക് നടക്കാൻ പറ്റിയിട്ടുള്ളൂ. ലേക്കിൻ പാനിക്കെ ടെർസെ ഇസി ഗാവ് മേ രുക്കന പട. മഴ വരുമെന്നുള്ള ഭയത്തോടെ
ഇവർ അന്ന് ആ ഗ്രാമത്തിൽ തങ്ങാം എന്ന് തീരുമാനിച്ചു. कुछ लोगों ने मिलकर गांव में एक मंदिर बनवाया है. अभी मूर्ति की स्थापना नहीं हुई है. കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിട്ട് ആ ഗ്രാമത്തിൽ മന്ദിർ എന്ന് പറഞ്ഞാൽ അമ്പലം, ഒരു അമ്പലം നിർമ്മിച്ചിട്ടുണ്ട്. അഭിമൂർത്തിക്ക് സ്ഥാപന നഹി ഹുയി, അവിടെ എന്ത് ചെയ്തിട്ടില്ല, പ്രതിഷ്ഠ നടത്തിയിട്ടില്ല. മന്ദിർ കെ ഭരാമതേമേ ലോഹേക്ക ജാലിവാല ദർവാസ ഹെ. ഈ അമ്പലത്തിൻ്റെ വരാന്തയിൽ ഒരു ഇരുമ്പിൻ്റെ അഴികളുള്ള വാതിലുണ്ട്. मंदिर की देखरेख करने वाले ग्रामीण ने उसे हमारे लिए गोद दिया. ഈ അമ്പലം പരിപാലിക്കുന്ന ഒരു ഗ്രാമീണൻ ഇവർക്ക് അത് തുറന്നു കൊടുത്തു. ആജ് ഹി യഹി ബരാമദ ഹമാര റെയിൻ ബസേര ഹൈ. ഇന്ന് ഈ അമ്പലത്തിൻ്റെ വരാന്തയാണ് അവരുടെ റെയിൻ ബസേര. റെയിൻ ബസേര എന്ന് പറഞ്ഞാൽ രാത്രി തങ്ങാനുള്ള സ്ഥലം. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. पानी लेने के लिए बाल्टी दी, फर्श पर बिछाने के लिए एक बहुत बड़ी दरी दी. വെള്ളം കൊണ്ടുവരാനായിട്ട് അവർക്ക് ഒരു ബക്കറ്റ് കൊടുത്തു. അതുപോലെ തന്നെ അവിടെ നിലത്ത് വിരിച്ച് കിടക്കാനായിട്ട് ഒരു ദരി കൊടുത്തു. ദരി എന്ന് പറഞ്ഞാൽ ഒരു വിരിപ്പും കൊടുത്തു. അവർ സദാവ്രത് के लिए भी पूछा लेकिन वह हमारे पास पर्याप्तത. അതുപോലെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ അതൊക്കെ ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് അവർ പറയാണ്. കാരണം ഇവർ പദയാത്ര നടത്തുകയാണല്ലോ, അപ്പോൾ ഇവർ എല്ലാ സൗകര്യങ്ങളും കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറയാണ്. ചോട്ടു ബാഹർ ഗാന ബനാ രഹാ താ, ദാൽ തോ ബൻ ഗയി थी और वह गाकट बना रहा था कि पानी आ गया. നമ്മുടെ ചോട്ടു പുറത്ത് എന്തുണ്ടാക്കി, ഫുഡൊക്കെ ഉണ്ടാക്കി. ദാല് പരിപ്പ് കറിയും ഗാക്കട് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു റൊട്ടി ഉണ്ടാക്കി. ആ സമയത്താണ് മഴ വന്നത്. പ്രായ സബി ഗേത്തോ മേയാത്തോ സോയാബീൻ കട്ട് രഹാ ഹേ യാ കടേ ഹുയെ സോയാബീൻ കെ ടേർ സെ കിസാനോ കോ ഭാരി നുക്സാൻ ഹോ രഹാ. അവിടെ എന്താണ്, അവിടെ എന്ന് പറഞ്ഞാൽ സോയാബീനാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കർഷകരൊക്കെ മഴ വരുമ്പോഴത്തേന് സോയാബീനൊക്കെ വിളവെടുക്കുകയാണ്. എന്നിട്ട് അവിടെ കൂട്ടിയിടാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് നഷ്ടം വരും അല്ലേ, മഴയത്ത് ഇതൊക്കെ നഷ്ടമാവും. കിസി തര ചോട്ടുവിനെ ഗാക്കട്ട് ബനാ ലിയെ ഗാനാ ഗാക്കർ ധോട ആരാം കർക്കെ ജബ് സോനെ ലगे तब तक पानी बंद हो चुका था. बाहर बिजली का बल्ब जल रहा था. അങ്ങനെ ചോട്ടു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അവർ ആ ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഉറങ്ങാൻ കിടന്ന സമയത്ത് മഴ നിന്നു. ബന്ദ് ഹോ ചുക്കാത. അപ്പോൾ പുറത്ത് എന്താണ്, ബാഹർ ബിജലി കാ ബൾബ് ജൽ രഹാത. പുറത്ത് വൈദ്യുത ബൾബ് കത്താൻ തുടങ്ങി. മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ കറണ്ട് പോയിട്ടുണ്ടാവും. മഴ മാറിയപ്പോൾ കറണ്ട് വന്നെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രാത് കോ ജബ് മേ ഉടാ തോ मेरे पैरों के पास की खाली दरी पर एक आदमी गुडमुड़ी पड़ा था. उसने कुछ भी ओढ़ा नहीं था. രാത്രി പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോൾ ആ വിരിച്ചതിൻ്റെ അവിടെ ഒരാൾ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നു. ആ ആളാണെങ്കിൽ പുതച്ചിട്ടൊന്നുമില്ല. ലേട്ടെ ലേട്ടെ ബഡ്ബഡാ രഹാത. എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. മാനോ കഹാനി സുനാ രഹാഹോ ഫിർ എക്കായക് സോരോം സെ ഹംസ്നെ ലഗാത്ത. ഞാൻ വിചാരിച്ചു അയാൾ എന്തോ കഥ പറയുകയാണെന്ന്. പിന്നെ പെട്ടെന്ന് തന്നെ ഉറക്കെ ചിരിക്കണുണ്ട്. ബീച്ച് ബീച്ച് മേ രാമായൺ കി ചൗപ്പായി ബോൽത്ത. ഇടയ്ക്കിടയ്ക്ക് രാമായണത്തിൻ്റെ എന്തോ ശ്ലോകങ്ങൾ ചൊല്ലുന്നുണ്ട്. അപ്പോൾ ഷായദ് പാഗൽത. അയാൾ ആരാണ്, ചിലപ്പോൾ ഒരു ഭ്രാന്തനായിരിക്കും. മേം ചുപ്ചാപ് സോ ഗയ ദോടി ദേർ കെ ബാദ് വഹ് ഉഡ്കർ ബാഹർ ചലാ ഗയ. ഞാൻ ഉറങ്ങിയ പോലെ മിണ്ടാതെ കിടന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ഭ്രാന്തൻ എഴുന്നേറ്റിട്ട് പുറത്തേക്ക് പോയി. ലേക്കിൻ ജൽദി ഹി വാപ്പസ് ആയ. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ദർവാസെ പർ ഗഡാ ഹോക്കർ ഗുരിയ. എന്നിട്ട് ആ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഉറക്കെ ഒച്ച വെക്കാൻ തുടങ്ങി. കോൻ ഹോ തും ലോഗ് യഹാം കൈസെ ഗുസ് ആയേ ഹോ. ആരാണ് നിങ്ങൾ, എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് ഉറക്കെ ഒച്ച വെക്കാൻ തുടങ്ങി. നിരീഹ് സെ ദിഖ്നെ വാലെ ഇസ് ആദ്മീനെ ഏകായിക് വികരാൽ രൂപ ധാരൺ കർ ലിയ. അബ് വഹ് ബേഹദ് ഗുസ്സേ മേ താ. അതുവരെ ഒരു നിഷ്കളങ്കനായിട്ടിരുന്നിരുന്ന ആൾ പെട്ടെന്ന് തന്നെ ഒരു ഭീകരരൂപിയായിട്ട് മാറി. ഇവർ രണ്ടുപേരും ആ ഭ്രാന്തൻ്റെ മുന്നിൽ, ആ ഭ്രാന്തൻ്റെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ച് വിറച്ച് അവിടെ നിന്നു.
हमने कोई जवाब नहीं दिया वह जोर से चीका. ഞങ്ങൾ മറുപടിയൊന്നും പറയാതെ നിന്നപ്പോൾ അയാൾ ഉറക്കെ ഒച്ച വെക്കാൻ തുടങ്ങി. हम लोग उठ बैठे. मैंने कहा जिन्होंने यह मंदिर बनवाया है उन्होंने हमें यहाँ ठहराया है. ഞങ്ങൾ പതുക്കെ കിടന്നോടത്ത് നിന്ന് എഴുന്നേറ്റ് അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ്, ആരാണോ ഈ അമ്പലം നിർമ്മിച്ചത് അവർ തന്നെയാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. देखिए यह दरी और यह बाल्टी में उन्होंने ही दी है. നോക്കൂ, ഈ ബക്കറ്റും ഈ വിരിയും ഒക്കെ ഞങ്ങൾക്ക് അവരാണ് തന്നത് എന്ന് നമ്മുടെ ലേഖകൻ പേടിച്ച് ഉള്ളിൽ നല്ല ഭയമുണ്ട്. കാരണം ഭ്രാന്തനാണ്. അപ്പോൾ പേടിച്ചിട്ട് മറുപടി പറയാണ്. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഭാഗം നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക. വേർഡ് മീനിങ് ഒക്കെ എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.